ശംസിഹായിക്ക് സ്തുതി. ഞാൻ ലിസി ജോയ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വല്ലം ഫൊറോനയിൽ ആയത്തുപടി ഇടവകാംഗമാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മക്കൾ +2-ലും 10-ലും പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. ക്യാൻസർ രോഗിയായിരുന്ന എൻ്റെ മകളുടെ സർജറി കഴിഞ്ഞിരുന്ന സമയമായിരുന്നു അത്. പെട്ടെന്നുള്ള ചേട്ടൻ്റെ മരണം ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ജോലിയൊന്നുമില്ലാതിരുന്ന എനിക്ക് മക്കളുടെ പഠനം, വീട്ടുചെലവ് ഇതെല്ലാം കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ആത്മഹത്യയെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചു. ഒരുമിച്ച് മരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം മരിച്ചാൽ ഭാവിയിൽ എൻ്റെ മക്കൾക്കുണ്ടായേക്കാവുന്ന ചീത്തപ്പേര് ഓർത്തതുകൊണ്ട് മാത്രം ഞാൻ അന്നത് ഒഴിവാക്കി. പള്ളിയിലെ വിധവാ സംഗമം നടന്നെങ്കിലും അവരെന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞാനൊരു വിധവയാണെന്ന് അംഗീകരിക്കാനോ ആരെയും ഫേസ് ചെയ്യാനോ പൊള്ളയായ സമാധാനപ്പെടുത്തലുകൾ കേൾക്കാനോ ഒന്നിനും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുത്തില്ല. ഒരു ചെറിയ ജോലി കിട്ടിയതുകൊണ്ട് ഒരു വിധം മോളെ പഠിപ്പിച്ച്. എൻ്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു എൻ്റെ മോൻ പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് ബിസിനസ്സിൻ്റെ പുറകെ പോകുന്നതും അതുമൂലം വീണ്ടും വീണ്ടും ബാധ്യതകളുണ്ടാകുന്നതും. 4 വർഷത്തിന് ശേഷം നിരാശയും സങ്കടവും ഒക്കെ കൂടി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ എറണാകുളം അങ്കമാലിയിൽ കുടുംബപ്രേക്ഷിത കേന്ദ്രമായ ജീവാലയയിൽ വിധവാധ്യാനത്തിന് വന്നത്. മറ്റാരോടും പറയാൻ പറ്റാതെ ഉള്ളിലൊതുക്കി എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ അന്ന് അവിടെ കരഞ്ഞു തീർത്തു. അവിടുത്തെ ക്ലാസ്സും ഷെയറിങ്ങും കുമ്പസാരവും കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും ഒരു പുതിയ ആളാവുകയായിരുന്നു. തൻ്റേതായ ഇടം കണ്ടെത്താൻ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കാൻ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ, അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ, ഇതിനൊക്കെ എല്ലാ വിധവകൾക്കും ശക്തി പകരുന്ന, അതിനൊക്കെ അവരെ പ്രാപ്തരാക്കുന്ന ഒരു ആശാകേന്ദ്രമാണ് ജീവാലയ. നന്നായി പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനും തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. എൻ്റെ മോള് നന്നായി പഠിച്ചു, അവൾക്ക് നല്ല ജോലി കിട്ടി, അവളുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെ മോൻ ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് പഠിക്കാൻ പോയി. ഇന്ന് അവൻ വിദേശത്ത് സേഫ്റ്റി ഓഫീസറായി ജോലി നോക്കുന്നു. വിധവയുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും ദൈവം വലിയ വില കൊടുക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതം. അതിനായിട്ട് എന്നെ സഹായിച്ചത് ജീവാലയയും അവിടുത്തെ സഹോദരങ്ങളുമാണ്. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ജീവാലയയിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്. എന്നാലാവുന്ന വിധം മറ്റുള്ള വിധവകളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിധവകളുടെ മധ്യസ്ഥയായ വിശുദ്ധ പൗളിയുടെ മധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ.